സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത അത്ര വലിയ വളർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരു മനോഹരമായ തീരത്തിൻ്റെ ഒരു ഡ്രോൺ ഫൂട്ടേജ് അല്ലേ? എന്നാൽ ഇത്തരമൊരു ഫൂട്ടേജ് എടുക്കുന്നതിന് വേണ്ടി, ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യാമറകളോ ഡ്രോണുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് ദിസ് പ്ലേസ് ഈസ് നോട്ട് റിയൽ, ഇത്തരത്തിലുള്ളൊരു സ്ഥലം നമ്മുടെ ഈ ഭൂമിയിലേ ഇല്ല. കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിച്ചെടുത്തിട്ടുള്ളൊരു ഫൂട്ടേജ് മാത്രമാണിത്. തീർന്നില്ല, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫൂട്ടേജുകൾ ഒന്നും തന്നെ റിയൽ അല്ല. ഇതിൽ കാണുന്ന വ്യക്തികൾ ഒരാൾ പോലും ജനിക്കുകയോ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിച്ചെടുത്ത ഫൂട്ടേജുകൾ, വീഡിയോകൾ മാത്രമാണ്. റിയൽ ഏതാണ്, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടെ ഇത്തരത്തിലുള്ള ഫൂട്ടേജുകൾ നിർമ്മിച്ചിട്ടുള്ളത് സോറ എന്ന് പറയുന്ന AI ടൂളാണ്. സത്യത്തിൽ എങ്ങനെയാണ് ഈ സോറ ലോകത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്നത്? സോറ നമുക്കൊരു ചൊറയായി മാറുമോ? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു AF വേൾഡ് ഓഫ് ലുഹിയ. ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി പുതുതായി പുറത്തിറക്കിയ അവരുടെ AI ടൂളാണ് സോറ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓപ്പൺ AI കുറിച്ച് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നിങ്ങൾ കേട്ട് കാണും. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ChatGPT എന്ന് പറയുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടിനെ പുറത്തിറക്കി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കമ്പനിയായിരുന്നു ഓപ്പൺ AI എന്ന് പറയുന്നത്. ഈ ChatGPTയിലൂടെ നമുക്ക് ടെക്സ്റ്റുകൾ നൽകി കഴിഞ്ഞാൽ ടെക്സ്റ്റുകൾ തന്നെ മറുപടി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരു ചാറ്റ് ബോട്ടാണ് സത്യത്തിൽ ഈ ChatGPT. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്നാൽ അതിനുശേഷം പിന്നീട് അവർ ഡാലി എന്ന് പറയുന്ന അടുത്തൊരു AI ടൂൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റുകൾ നമ്മൾ പ്രോംപ്റ്റുകളായിട്ട് നൽകി കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ട് നമുക്ക് ഇമേജുകൾ ഈ ഡാലിയുടെ സഹായത്തോടു കൂടെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് AI ഇമേജുകൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് അതിനുമപ്പുറത്തേക്ക് ഏറ്റവും റീസെൻ്റ്ലി ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയതാണ് സോറ എന്ന് പറയുന്ന ടൂൾ. ഇതിലൂടെ നമുക്ക് ടെക്സ്റ്റുകൾ നൽകി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോകൾ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു യുവാവ് മേഘങ്ങൾക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് പുസ്തകം വായിക്കുന്ന ഒരു ഫൂട്ടേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ നമ്മൾ സോറയോട് പറഞ്ഞു നൽകിയാൽ, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ആയിട്ടത് നൽകി കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഫൂട്ടേജ് സോറ നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഇമേജുകൾ നൽകുകയാണെങ്കിൽ അതിനെയും വീഡിയോകളാക്കി മാറ്റാനുള്ള എബിലിറ്റി സോറക്കുണ്ട്. അതിനുമപ്പുറത്തേക്ക് വീഡിയോകൾ തന്നെ റെഫറൻസ് ആയിട്ട് നൽകിയിട്ട് അതിനടിസ്ഥാനത്തിൽ പുതിയ വീഡിയോകൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി ചെയ്തു തരാനും സോറ എന്ന് പറയുന്ന ഒരു AI ടൂളിന് സാധ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാറ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൂട്ടേജാണ്. ഈ ഒരു ഫൂട്ടേജ് നൽകിക്കൊണ്ട് 1920കളിൽ ഇതുപോലൊരു ചുവന്ന കാറ് റോഡിലൂടെ പോകുന്ന ഒരു ഫൂട്ടേജ് നമുക്ക് വളരെ നിഷ്പ്രയാസം തന്നെ സോറ ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാറ് അതിന് ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങൾ കംപ്ലീറ്റ്ലി 1920കളിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ ഒരു ലെവലിലേക്ക് തന്നെയാണ് സോറ എന്ന് പറയുന്ന ഈ ഒരു ടൂള് ജനറേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ വെച്ച് നൽകിയിട്ടുള്ളത്. എൻ്റെ ഇൻഡസ്ട്രിയെ തന്നെ തലകീഴായി മറിച്ചിടുന്ന നിലയിലാണ് സോറയുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരൊറ്റ ടൂള് കാരണമായിട്ട് ആനിമേറ്റേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, അതുപോലെ വീഡിയോ ഗെയിം ഡിസൈനേഴ്സ്, സ്റ്റോക്ക് ഫൂട്ടേജുകൾ നിർമ്മിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാടധികം വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് അവരുടെ ജോലികൾ നഷ്ടമാകുമെന്ന കാര്യം തീർച്ചയാണ്. ഇവിടെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ടെക്സ്റ്റുകളെ വീഡിയോകളാക്കി മാറ്റുന്ന ടൂളുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. റൺവേ ML, അതുപോലെ തന്നെ പിക്ക ലാബ്സ് എന്നൊക്കെ പറയുന്ന ചില ടൂളുകൾ ഓൾറെഡി, ചില AI ടൂളുകൾ ഓൾറെഡി ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരുന്നു. നിങ്ങൾ ഒരു പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ അവിടെ നിന്നും ഈ ഒരു സോറയെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ക്വാളിറ്റിയാണ്. ബാക്കിയുള്ള AI ടൂളുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം മികച്ച ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് സോറ ഓരോ വീഡിയോകളും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് ഈ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം ബോധ്യമാകുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ലോകത്ത് ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച്, ഓരോ മോഷൻസും വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റുകൾ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും സോറക്ക് കൃത്യമായിട്ട് അറിയാമെന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഈ പപ്പീസ് ഈ ഒരു മഞ്ഞിൽ കളിക്കുന്ന ഈ ഒരു വീഡിയോ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആ പപ്പീസിൻ്റെ മൂവ്മെൻറ്റ്, അതിലെ അവരുടെ മുഖത്തും ശരീരത്തിലൊക്കെ ഉള്ള ആ മഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്, കൃത്യമായിട്ട് അത് വശങ്ങളിലേക്കും നിലത്തേക്കൊക്കെ വന്ന് വീഴുന്ന ആ മൂവ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഇതൊക്കെ AI ജനറേറ്റ് ചെയ്താണ്, സോറ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊക്കെ അത്രയും കൃത്യതയോടുകൂടെ ഈ മൂവ്മെൻറ്റുകളെ മനസ്സിലാക്കിയിട്ട് പ്ലേസ് ചെയ്യാൻ, അത്തരത്തിൽ ജനറേറ്റ് ചെയ്യാൻ സോറ എന്ന് പറയുന്ന ഈ ഒരു ടൂളിന് ഇവിടെ സാധ്യമാകുന്നുണ്ട്. മൂന്നാമത്തെ വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്.
നമ്മളൊക്കെ തന്നെ പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രയൊക്കെ വളർച്ച കൈവരിച്ചാൽ എന്താ, ഇമോഷൻസ് മനസ്സിലാക്കാൻ അത് എക്സ്പ്രസ് ചെയ്യാനൊന്നും ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾക്ക് സാധ്യമാകില്ലല്ലോ എന്ന്. പക്ഷേ ആ കാലമൊക്കെ മാറി തുടങ്ങിയെന്ന് സൊറ പോലുള്ള ടൂളുകൾ ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ഫൂട്ടേജ് നോക്കൂ, സൊറ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫൂട്ടേജാണ്. അതിൽ കൃത്യമായിട്ട് നമ്മൾ വീക്ഷിക്കുന്ന അവസരത്തിൽ ഈ ഒരു ക്യാരക്ടർ ആ മെഴുകുതിരിയുടെ കത്തിച്ചു വെച്ച മെഴുകുതിരിയുടെ അടുത്തേക്ക് കൈയൊക്കെ കൊണ്ടുപോകുന്ന അവസരത്തിൽ മറ്റൊക്കെ കൃത്യമായിട്ട് ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ക്യാരക്ടറിൻ്റെ മുഖത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കൃത്യമായ നിലയിൽ ഇമോഷൻസുകളെ വരെ ചേർത്ത് വെച്ചുകൊണ്ട് വീഡിയോകൾ ജനറേറ്റ് ചെയ്യാൻ സൊറ എന്ന് പറയുന്ന ഈ ഒരു ടൂള് പ്രാപ്തമാണ് എന്ന കാര്യമാണ് ഈ ഒരൊറ്റ ഫൂട്ടേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുമപ്പുറത്തേക്ക് ഓരോ ഡീറ്റെയിലിങ്ങുകളും വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് സൊറയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരുപാടധികം പാച്ചസുകൾ, വിഷ്വൽ പാച്ചസുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് സൊറ ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം തന്നെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സൊറ ഉയർത്തുന്ന ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികളുണ്ട്, ഒരുപാട് ഭീഷണികളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പരാമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം. ഇന്ന് ഓരോ ദിവസവും പുതിയ പുതിയ ഒരുപാടധികം AI ടൂളുകളാണ് ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ അനന്തരഫലം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ജോബ് ലോസുകളാണ്. ഇത്തരം പുതിയ പുതിയ AI ടൂളുകൾ കാരണമായിട്ട് ഒരുപാടധികം ആളുകൾക്കാണ്, ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പൂർണ്ണമായിട്ടും ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നഷ്ടപ്പെടാനിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വളരെ നിസ്സാരമായിട്ടുള്ള ടൂളുകൾ വെച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ തന്നെയും ഈ ടൂളുകൾ ഉപയോഗിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള AI ടൂളുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ തന്നെയാണ് അറിയാത്ത ആളുകളുടെ ഒക്കെ തന്നെയും ജോലി അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം പുതിയ പുതിയ AI ടൂളുകളെ കുറിച്ചൊക്കെ തന്നെയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, എങ്ങനെ അത്തരം AI ടൂളുകൾ നമ്മുടെ ജോലികളിലും ആവശ്യങ്ങളിലും ഒക്കെ തന്നെ ഉപയോഗിക്കാമെന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും നിങ്ങൾക്ക് വളരെ ലളിതമായി മലയാളത്തിൽ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മളൊരു കംപ്ലീറ്റ് AI മാസ്റ്റർ ക്ലാസ് തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ChatGPT, DALL-E, Midjourney, സൊറ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള AI ടൂളുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇവയൊക്കെ തന്നെ എങ്ങനെ നിങ്ങളുടെ ജോലികളിലും ആവശ്യങ്ങളിലും ഉപയോഗിക്കാം. അത് നിങ്ങൾ ഏതൊരു പ്രൊഫഷനിലുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും ഒക്കെ തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യത്തെക്കുറിച്ചും എന്തെല്ലാമാണ് അതിൻ്റെ സാധ്യതകൾ എന്നതിനെക്കുറിച്ചും എങ്ങനെ ഇത്തരം AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് സമ്പാദിക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ പരാമർശിക്കുന്ന ഒരു സർട്ടിഫൈഡ് കോഴ്സാണ് നമ്മുടെ ഈ ഒരു AI മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ലൈഫ് ടൈം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ആക്സസ് ഉണ്ട് എന്നതിനാൽ തന്നെ പുതിയ പുതിയ AI ടൂളുകളും മറ്റൊക്കെ വരുന്ന അവസരത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ തന്നെ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും AI ലോകത്ത് നിങ്ങൾ പുറകിലാക്കപ്പെടുന്നതായിരിക്കില്ല. അതും 5999 രൂപ വില വരുന്ന ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 200 ആളുകൾക്ക് നൽകാൻ പോകുന്നത് വെറും 999 രൂപക്കാണ്. മലയാളത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളെക്കുറിച്ച് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും അതെങ്ങനെ ഉപയോഗിക്കാമെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സുവർണ്ണ അവസരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സൊറയുടെ പോരായ്മകളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സൊറയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ സൊറയുടെ പോരായ്മകൾ, വീക്ക്നെസ്സുകൾ എന്തെല്ലാമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഓപ്പൺ AI തന്നെ നമ്മളോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്, തുറന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സൊറ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. അത് കാരണമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള വീക്ക്നെസ്സുകൾ സൊറ എന്ന് പറയുന്ന ഈ ഒരു AI ടൂളിനുണ്ട്. പക്ഷേ ഒരൊറ്റ വർഷത്തിനുള്ളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഈ ഒരു മേഖലയിൽ സൊറ വരുത്തുമെന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ ഇനി ഇവിടെ സൊറ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിയൽ ഏതാണ്, ഫേക്ക് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒട്ടനവധി വീഡിയോകളായിരിക്കും ഇത്തരം ടൂളുകൾ വരുന്നതോടുകൂടെ സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രചരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്ര നിലയിൽ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോകളും ഒക്കെ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകളിലായിട്ട് ഇത്തരം ഡീപ്പ് ഫേക്ക് വിവാദങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ഇടയിൽ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. രശ്മിക മന്ദാന എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള വീഡിയോകളൊക്കെ വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും സച്ചിൻ്റെയും ഒക്കെ കംപ്ലീറ്റ്ലി ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് അവർ
ചില ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകളുമായിട്ടൊന്നും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. പക്ഷേ അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്ന നിലക്കാണ് ഇത്തരത്തിലുള്ള ഈ വീഡിയോകളൊക്കെ തന്നെ ഇത്തരം AI ടൂളുകളുടെ സഹായത്തോടു കൂടി തന്നെ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വെല്ലുവിളികൾ ഇത്തരം AI ടൂളുകൾ നമുക്ക് മുന്നിൽ സൃഷ്ടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് സൊറ ഇപ്പോൾ പബ്ലിക്കിന് അവർ അവൈലബിൾ ആക്കിയിട്ടില്ലാത്തത്. നിലവിൽ വ്യത്യസ്ത തരത്തിലുള്ള ടെസ്റ്റുകൾ മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഹാമുകളും റിസ്കുകളും എന്തെല്ലാമാണ് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ നിലയിൽ തന്നെ OpenAI പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷനുകൾ കൂടെ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും പബ്ലിക്കിന് ഈ ഒരു AI ടൂള് OpenAI അവൈലബിൾ ആക്കാൻ പോകുന്നത്, ലഭ്യമാക്കാൻ പോകുന്നത്. ഇനി ഇവിടെ സൊറ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറാൻ പോകുന്ന മേഖല ഏതാണെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ഫീലിംഗ് മേക്കിംഗ് ആണെന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മേഖലയെ കംപ്ലീറ്റ്ലി ഈ ഒരൊറ്റ ടൂള് തന്നെ തകിടം മറിക്കുന്നതായിരിക്കും. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര പോരം അധ്വാനം അതിന് പുറകിൽ വേണം. നല്ല ഹൈ ക്വാളിറ്റി വിഷ്വൽസ് നമുക്ക് നൽകുന്ന ക്യാമറകൾ വേണം, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആളുകൾ വേണം, ഈ ക്യാരക്ടറുകളായിട്ട് അഭിനയിക്കാനുള്ള ആക്ടേഴ്സ് വേണം, അവരുടെ വസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കി നൽകുന്നതിനുള്ള ആൾ വേണം, അവർക്ക് മേക്കപ്പുകൾ ഇട്ട് നൽകാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആളുകൾ വേണം, അങ്ങനെ തുടങ്ങിയിട്ട് അവർക്ക് ഭക്ഷണം നൽകൽ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടധികം കാര്യങ്ങൾ ഇവിടെ ഈ ഒരൊറ്റ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, നിർബന്ധിതമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയും ഒരൊറ്റ ടെക്സ്റ്റിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖല പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്തരത്തിൽ സിനിമകളൊക്കെ എടുക്കാൻ മാത്രം പ്രാപ്തമാകുമോ AI ടൂളുകൾ എന്നൊരു കാര്യമായിരിക്കും. ആ കാര്യത്തെക്കുറിച്ച് അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമ പോലും എടുത്തിട്ടുള്ള ജോയ് റുസോ എന്ന് പറയുന്ന ഡയറക്ടർ വിശദീകരിക്കുന്നത് 2 വർഷം, ഈ 2 വർഷത്തിനുള്ളിൽ ഒരു മുഴുനീള സിനിമ എടുക്കാൻ ഇത്തരം AI ടൂളുകൾ പ്രാപ്തമാകുമെന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെയും അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയെയും അതുപോലെ വീഡിയോഗ്രാഫേഴ്സിനെയും ഒക്കെ തന്നെ ഇത്തരം ടൂളുകൾ ബാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോകളിൽ നിങ്ങൾ ചില സ്റ്റോക്ക് ഫൂട്ടേജുകൾ കാണാറുണ്ടാവും. ഓരോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വിശദീകരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സ്റ്റോക്ക് ഫൂട്ടേജുകൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റോക്ക് ഫുട്ടേജ് ഒരു വർഷത്തിന് 30,000 രൂപക്ക് നൽകിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഫുട്ടേജ് നമ്മളങ്ങനെ തിരഞ്ഞ് ഒരുപാട് സമയം എടുത്തിട്ടാണ് കണ്ടുപിടിച്ച് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സൊറ പോലുള്ള AI ടൂളുകൾ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്താണോ ആവശ്യം ആ കാര്യത്തെക്കുറിച്ച് ഒരു പ്രോംപ്റ്റ് നൽകി കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ വീഡിയോ കറക്റ്റായിട്ട് എന്ത് നിലയിലുള്ള ഏത് കളർ ടോണിലുള്ള വീഡിയോ ആണ് വേണ്ടത് ആ വീഡിയോ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. വളരെ നിഷ്പ്രയാസം ആ വീഡിയോകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത്തരം സ്റ്റോക്ക് ഫുട്ടേജുകളുടെ ഇൻഡസ്ട്രി തന്നെ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നതായിരിക്കും, ഇതിലൂടെ തന്നെ അവസാനിക്കുന്നതായിരിക്കും. ഇതുപോലെ അഡ്വർടൈസിങ് മേഖലയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മലയാളത്തിൽ ഇതിനോടകം തന്നെ ഒരു ബ്രാൻഡ് AI ഉപയോഗിച്ചുകൊണ്ട് ഒരു പരസ്യം പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ AI ടൂളുകൾ വരുത്താൻ ആരംഭിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ജോലികൾ നഷ്ടമാകുമെന്ന് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പോരായ്മകളും വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും സൊറ പോലുള്ള AI ടൂളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. ഒന്നാമതായിട്ട് സമയലാഭം, ധനലാഭം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറും ക്രിയേറ്റിവിറ്റി മാത്രമുള്ള ഒരു വ്യക്തിക്ക് വലിയ എക്വിപ്മെൻറ്റ്സോ ഒരുപാട് സമയമോ ഒന്നുമില്ലാതെ ഒരു സിനിമ പോലും എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ, ഒട്ടനവധി പോസിറ്റീവ് സൈഡുകൾ തീർച്ചയായും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ തന്നെയും ഇത്തരം പുതിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നൊരു കാര്യം മാത്രമാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും ഇത്തരം മാറ്റങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന കാര്യം ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു കാലത്ത് കമ്പ്യൂട്ടറുകൾക്കെതിരെ പോലും സമരങ്ങൾ നടന്നിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. എന്നിട്ട് ഇന്നെന്ത് സംഭവിച്ചു? അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒറ്റ കാര്യമേ നമുക്ക് ആകെ കൂടെ അവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഓൾറെഡി പല രാജ്യങ്ങളും അതിനു വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സിംഗപ്പൂർ പാർലമെൻറ്റിൽ പോലും സൊറ എന്ന് പറയുന്ന ഒരു AI ടൂളിനെ കുറിച്ചുള്ള സംസാര വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് AI ടൂളുകളുടെ കാര്യത്തിൽ ഡിപ്ലോമ എടുക്കുന്നതിന് വേണ്ടി സബ്സിഡി പോലും സിംഗപ്പൂർ ഗവൺമെൻറ് ഇപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം മാറ്റങ്ങൾ AI ടൂളുകൾ വരുന്നത് കാരണമായിട്ട് ലോകത്ത് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു 40 വയസ്സുള്ള വ്യക്തി അവൻ്റെ 20ാമത്തെ വയസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സിംഗപ്പൂർ ഇത്തരത്തിലുള്ള സബ്സിഡികളൊക്കെ തന്നെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്.
ആ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് C++, ജാവ, പൈത്തൺ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി NVIDIAയുടെ ഒക്കെ CEO പറയുന്നത് ഇനിയുള്ള കാലത്ത് കോഡിങ്ങിൻ്റെ ഒക്കെ പ്രോഗ്രാമിൻ്റെ ഒക്കെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക് ഇംഗ്ലീഷ് മാത്രമാണെന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് പ്രോംപ്റ്റ് നമ്മൾ നൽകി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോഡുകൾ ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള AI ടൂളുകൾ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. സൊറ എന്ന് പറയുന്ന AI ടൂളിനെ കുറിച്ചും അത് ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കൂടുതൽ AI ടൂളുകളെക്കുറിച്ച് എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത്. ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങളെ 100% സഹായിക്കുന്ന നിലയിലാണ് നമ്മുടെ AI മാസ്റ്റർ ക്ലാസ് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AI ലോകത്തെ പുത്തൻ അപ്ഡേറ്റുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് AFEdu+ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേജ് ഉണ്ട്. അപ്പോൾ ആ പേജിലും നമ്മൾ പുതിയ ടൂളുകളും മറ്റുമൊക്കെ വരുന്ന അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീലുകളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേജിൻ്റെ ലിങ്കും ഞാൻ ഏതായാലും താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സുവർണ്ണ അവസരമാണ്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. കോഴ്സിലൊക്കെ തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. AIയുടെ ഈ ഒരു ലോകത്ത് ഒരു കാരണവശാലും പുറകിലാകാതിരിക്കുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന പ്രതീക്ഷയോടെ ബൈ.